മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ കോച്ച് ഫാൻസിൻ്റെ ഇതിലൊക്കെയുള്ള ഒരു തീരുമാനം വന്നത് അദ്ദേഹത്തോട് എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ, ഒരു ജീവിത മാർഗത്തെക്കുറിച്ചുള്ളൊരു ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ചേറ്റി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിൻ്റെ ഒരു കടയിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിന് ഫണ്ട് കണ്ടെത്താൻ ഓൾറെഡി ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിരുന്നു 2 ദിവസം മുമ്പ്. അതിപ്പോൾ ഇനി മാറ്റണ്ടെന്ന് വിചാരിച്ചു. അതിൽ വരുന്ന ഫണ്ട് അബ്രഹീമിന് ഷോർട്ട് വരികയാണ്. ഇപ്പോൾ 1 കോടി ഞാൻ കൊടുത്തതിന് പുറമെ എൻ്റെ ചെക്ക് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ എന്തെങ്കിലും കുറവ് വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ വെക്കുകയും അതിൽ വരുന്ന ഫണ്ട് അദ്ദേഹത്തിന് കടയിട്ട് കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ബോച്ചേറ്റിയിൽ അതിൻ്റേതായ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നു. അത് ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് ബോച്ചേറ്റി. അതിപ്പോൾ ഓൺലൈൻ മാത്രം നേരത്തെയാക്കി ദിവസേന അതിലൂടെ രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ സമ്മാനവും 15,000 പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകളും കൊടുക്കുന്ന ഒരു സംവിധാനം അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അതിന് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് കൂടുതലായിട്ടൊന്നുമില്ല, നന്ദി മാത്രമേ മലയാളികളോട് പറയാറുള്ളൂ. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു. ഇത് വീണ്ടും ഇതിനിടയ്ക്ക് പല കുപ്രചരണങ്ങളൊക്കെ വന്നിട്ട് ഒരു ഫണ്ട് കൊടുക്കരുത്, ഓൾറെഡി അത്രയും മോചിതനായി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് സ്ലോ ആയി. വീണ്ടും ഇന്നേക്ക് വളരെ കോൺഫിഡൻ്റ് ആയി എല്ലാവരോടും അബ്ദുറഹീമിൻ്റെ മോചനം 34 കോടി രൂപ റെഡ്മണിയായിട്ട് അതൊരു ചാലഞ്ചായിട്ട് തന്നെ സൗദിയിലെ റിയാദിലെ സന്നദ്ധ സംഘടന എല്ലാ സംഘടനകളെയും എല്ലാ സംഘടനകളും ഒരുമിച്ചുകൊണ്ട് മുന്നേറ്റമുണ്ടായിരുന്നു. അവർ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ആഹ്വാനം ചെയ്തു. അത് എല്ലാ മലയാളികളും അത് ഏറ്റെടുത്തിരുന്നു. അവരുടെ ഭേദമില്ല, ഓരോരുത്തരും അത് ഏറ്റെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ തന്നെ അനുകമ്പയുടെ ഒരു ഉദാഹരണമായി മാറ്റി. അതായത് അദ്ദേഹത്തിൻ്റെ ഈ മോചനം അദ്ദേഹത്തിൻ്റെ മുമ്പേ കാണാൻ മാറ്റിയല്ല. പതിറ്റാണ്ടുകളോളം ജയിലിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ വേണ്ടത്. ഇതിനൊക്കെ പ്രവർത്തിച്ച് ഒരുപാട് പേരും സംഘടനകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, മത നേതാക്കന്മാരും അതുപോലെ സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ ഭാഗം തയ്യാറായി. ഈ സന്ദർഭത്തിൽ ബാക്കിയോട് തേങ്ങാടും അതുപോലെ ടെക്നിക്കലായിട്ടുള്ളതിൻ്റെ സഹായങ്ങൾക്ക് നൽകിയത് സമീറാണ്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം ഇതിനെ ജനകീയമാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട പ്രഖ്യാപനം സാധിച്ചു. അദ്ദേഹം കേരളം മുഴുവൻ ഇതിനുവേണ്ടി ആഹ്വാനം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ഓൺലൈനായും ഓഫ്ലൈനായും ഇതിനൊക്കെ വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യം അദ്ദേഹത്തിൻ്റെ വിഷയത്തോടെയുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള ആ പ്രവർത്തനം സാധിച്ചത് പ്രത്യേകിച്ച് ഇതാണ് യഥാർത്ഥത്തിലുള്ള റിയൽ കേരള സ്റ്റോറി. ഇതാണ് എല്ലാവരുടെയും കണ്ണു തുറക്കുന്ന മനസ്സ് സമാധാനിപ്പിക്കുന്ന ഒന്നാണ്, കണ്ണു നിറക്കുന്ന സ്റ്റോറിയാണ് വാസ്തവത്തിൽ അബ്ദുറഹീമിൻ്റെ. ഈ ലക്ഷ്യം ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ സോഷ്യൽ മീഡിയസിനൊക്കെ ഇൻഫ്ലുവൻസേഴ്സിലൊക്കെ ഓർഗനൈസ് ചെയ്ത് നടത്തിയ ഇടപെട്ട് അത് വളരെയധികം അതിനെ സംഖ്യ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ എന്ത് നല്ല ചെയ്താലും ഒരു ചീത്തപ്പേര് വരുമല്ലോ. തന്നെ ചെറുതായിട്ട്, അതായത് ആദ്യത്തെ ദിവസം നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും കോച്ച് ഫാൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി ബക്കറ്റ് പിരിവ് നടത്തി കാശ് കുറേ അടിച്ചു മാറ്റണമെന്ന് വന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ പിരിവ് നിർത്തി. പിന്നീട്
അബ്ദുറഹീമിൻ്റെ സേവ് അബ്ദുറഹീമിൻ്റെ ആപ്പിലേക്കും ഉമ്മാൻ്റെ ഫാത്തുവിൻ്റെ GPay അക്കൗണ്ടിലേക്കും ഞങ്ങൾ അയപ്പിക്കും എന്ന ദൗത്യമാണ്. ക്യാഷ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല ഇതിന് ശേഷം. പക്ഷേ പലരും കളക്ട് ചെയ്തതുകൊണ്ട് ഇനി എന്തൊക്കെ ചീത്ത പേര് വരുന്നതൊക്കെ സാറിന് എന്ത് ചെയ്താലും വരും, കുഴപ്പമില്ല. അങ്ങനെ ഒരു സാധനം ഒന്ന് ക്ലാരിറ്റി വരുത്തിയതാണ്. അഡ്വാൻസ് ജാമ്യം എടുത്താണ് പറഞ്ഞത്. മുദ്രകത്ത് നിറഞ്ഞിരിക്കുന്ന എന്നാണ്. അതുപോലെ തന്നെ എല്ലാ സ്കൂട്ടറിയും നടത്തുന്ന അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ നടത്തുന്നു. അത് ലോക്കലായിട്ടുള്ള കമ്മിറ്റികൾ വളരെ പ്രവർത്തിക്കണം. ഒരു സപ്പോർട്ട് കൂടെ വേണം. ഇന്നിപ്പോൾ രാത്രി 9 മണിക്ക് ഫറൂഖ് പഴയ പാലത്തിൻ്റെ അവിടെ മിനിസ്റ്റർ റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച്. അത് ഓൾറെഡി പ്രോമിസ് ചെയ്തുകൊണ്ട് അത് മാറ്റുന്നില്ല. 15-ാം തീയതിയാണ്. അപ്പോൾ അതിന് കിട്ടുന്ന പങ്ക് ഉപയോഗിച്ചിട്ടാണ് ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാൻ ഒരു കടയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. 9 മണിക്കാണ് സൗകര്യമുള്ളവരൊക്കെ വരാൻ വേണ്ടിയിട്ട്. കട ആളുടെ സൗകര്യം നോക്കിയിട്ട് എവിടെയാണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ലോഞ്ചിൻ്റെ ആദ്യത്തെ കടയാണ്. അവിടെ 1 മണിക്ക് ഗ്യാസ് മിനിസ്റ്റർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ പാലത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ അത് ഈ ചലഞ്ച് അത് ഇനിയിപ്പോൾ ഉണ്ടാവില്ല എന്നൊരു തോന്നൽ വേണ്ട. അത് വിജയിച്ച് മുമ്പോട്ട് കൊണ്ടോട്ടെ. ഫണ്ട് ഉപയോഗിച്ചിട്ട് അതിനൊരു കാര്യം കൂടെ നാളേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. തിരിച്ച് ഇനി സൗദിക്ക് തന്നെ പോകണ്ടല്ലോ. അതുണ്ട് വളരെയധികം അത് മലയാളികളാക്കാണ്. അതെ അതെ ഞാൻ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത 1 കോടി രൂപ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുകയാണ്. ഇത് അന്ന് വന്ന് കൊടുക്കാൻ നേരം കിട്ടിയില്ല. തെണ്ടല് തുടങ്ങിയോണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അവസാന ദിവസം വന്നിട്ട് കൊടുക്കാൻ ഇത് നമ്മൾ ബന്ധപ്പെട്ട കമ്മിറ്റി ഏറ്റുമാറും. ഞങ്ങൾ പറഞ്ഞത് ആ സാധനം എല്ലാവരും റെഡിയാക്കി